സമഗ്രമായ കവറേജാണ് ഈ ജലോത്സവത്തിൽ ജനപ്രിയ ചാനലായ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ ഒരുക്കിയത്. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ആദ്യത്തെ ഇവന്റ് എന്ന് തന്നെ പറയാം. നെഹ്റു ട്രോഫി വള്ളംകളി അടിപൊളി ഇടിതടി എന്ന പേരിൽ സംപ്രേഷണം ചെയ്തതിൽ വലിയ ഒരു സംഘം പ്രവർത്തകർ തന്നെ നമുക്കൊപ്പം ഉള്ള നമ്മുടെ ജീവനക്കാർ അവിടേക്ക് എത്തിച്ചേർന്ന് അതിഗംഭീരമാക്കിയിട്ടുണ്ട്. അവർ ഹർഷൻ്റെയും സേതുലക്ഷ്മിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ നിന്ന് രാവിലെ മുതൽ അതിഗംഭീരമായാണ് അവിടുത്തെ ഓരോ ചലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഓണെയറിൽ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്കൊക്കെ നേരിട്ട് മെസ്സേജ് അയച്ചതാണ്. എങ്കിൽ പോലും പറയുന്നു, അടിപൊളി ഇടിതടി ഒരേ പൊളിയായിരുന്നു. ഏതായാലും ജങ്കാറിൽ നിന്നും നമ്മളുടെ ആ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും അവരെല്ലാവരും ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അവരിലേക്ക് റൈറ്റ്. അങ്ങനെ നമ്മുടെ പുന്നമട പൂരം ഏതാണ്ട് കൊടിയിറങ്ങിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി കൊടിയിറങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാലേ പുന്നമട പൂരം കൊടി ഇറങ്ങൂ അല്ലേ? അപ്പൊ ഗംഭീരമായി ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വലിയ ദൃശ്യവിരുന്നൊരുക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾക്ക് അവരുടെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അവർക്കടുത്തേക്ക് വള്ളംകളിയുടെ ആവേശം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലേ? ന്യൂസ് മലയാളത്തിന്റെ ആദ്യൊരു വലിയൊരു ഇവന്റ് കൂടിയാണ് ഇത്. അത് പ്രേക്ഷകരിലേക്ക് അത്രയും മനോഹരമായിട്ട് നമ്മുടെ ഹോൾ ടീം, നമ്മുടെ 44 പേരടങ്ങുന്ന അതെ. അപ്പൊ അങ്ങനെ വളരെ വിശാലമായി എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇപ്പോ നമ്മുടെ അമ്രകുഞ്ചം പറയുകയായിരുന്നു, ലൈവിന് ലൈവ്, ഡെഫിന് ഡെഫ്, സ്റ്റോറിക്ക് സ്റ്റോറി, എല്ലാം ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. മാത്രമല്ല അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാരിച്ചാലിൽ ഈ ട്രോഫി പൊക്കുമ്പോൾ കാരിച്ചാലിനൊപ്പം നമ്മളുണ്ടല്ലേ, തൊട്ടടുത്ത് നമ്മളുണ്ട്. അല്ലേ സാസാ സഖ്യങ്ങൾ, നിങ്ങൾ ട്രോഫി നിങ്ങളാണ് ഏറ്റുവാങ്ങിയത്. അതാണ്, ചെറിയ ആവേശമൊന്നുമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനൊപ്പം നമ്മൾ വളരെ സജീവമായി ഈ മത്സരത്തിന് ശേഷം കേട്ടോ, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എല്ലാവർക്കും ഒപ്പമാണ്. മത്സരത്തിന് ശേഷം, മത്സര വിജയത്തിന് ശേഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ആവേശ നിമിഷങ്ങൾ നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മേളക്കാർ ഇവിടെയുണ്ട്. ഒറ്റ മേളത്തോടെ, ഒറ്റ ആർപ്പോടെ നമുക്ക് ഈ കൊട്ടിക്കലാശ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒന്ന് കൊട്ടിക്കേറട്ടെ. റെഡി. അപ്പോ ആർപ്പോ അപ്പൊ ഈ ആവേശം ഗംഭീരമാക്കി ഒന്നുകൂടെ വേണമെന്നാ പറയുന്നത്. ഒന്നുകൂടെ ആർപ്പോ. അപ്പൊ ഗംഭീരമായി ഇനി അടുത്ത വള്ളം കളിക്ക് നമുക്ക് കാണാം. വീണ്ടും ന്യൂസ് മലയാളത്തിനൊപ്പം തുടരുക. ബാക്ക് ടു സ്റ്റുഡിയോ. പാപ്പനും പിള്ളേരും പൊളിച്ചു.